ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് ഡിവിഷൻ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ തുടരുകയാണ്. Z1 ഇൻറ്റു Z2 അതിനെ കണ്ടത് Z1 ഇൻറ്റു Z2 is equal to what is Z1? Z1 is 2 plus 3i. 2 plus 3i into Z2 is minus 6 plus 5i. Minus 6 plus 5i. ഇനി ബ്രാക്കറ്റ് എക്സ്പാൻഷൻ ആണ്. ആദ്യം 2 കൊണ്ട് ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into minus 6 is minus 12 plus 2 multiplied by 5i is 10i. അത് രണ്ട് കളി. 2 multiplied by minus 6 is minus 12 and 2 multiplied by 5i plus 5i is plus 10i. ഇനി 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3i multiplied by minus 6 അത് ചെയ്യുന്നത് ആദ്യം 3 into minus 6 is minus 18. പിന്നെ ഈ i കൂടെ ഇതിനോട് ചേർത്ത് അപ്പോൾ minus 18i. 3 into minus 6 is minus 18 into i. ഇനി ലാസ്റ്റ് ടേം 3i into 5i. അതിൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 5 is 15 plus 15. I multiplied by i is i square. ഓക്കെ, ഇങ്ങനെ 4 ടേംസ്. ഇനി അത് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. മൈനസ് 12 പ്ലസ് ഇത് രണ്ട് ഐ ടേംസ് ആണ്, സിമിലർ ടേംസ് ആണ്, ഒരേപോലുള്ള ടേംസ്, അതായത് ഐ ടേംസ് ആണ്, ഐ ഉൾപ്പെടുന്ന ടേംസ് ആണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ സബ്സ്ട്രാക്ഷൻ ആണ്. 10i മൈനസ് 18i. 10i മൈനസ് 18i. 10 മൈനസ് 18 ഈസ് മൈനസ് 8. അപ്പോൾ മൈനസ് 8 ടൈംസ് ഐ, അതായത് മൈനസ് 8i. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് മൈനസ് 8i ആവുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാക്കറ്റ് ചേർത്ത് നിങ്ങൾ ചേർത്തിക്കുക. പ്ലസ് 15 multiplied by i squared. What is i squared? I squared is minus 1 എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ 15 into i squared is 15 into minus 1. That is minus 12. പിന്നെ പ്ലസ് ഓഫ് മൈനസ്, ഒരു പ്ലസും ഒരു മൈനസും കൂടെ ചേർന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം പ്ലസ് ഓഫ് മൈനസ് എന്നാണ്, അതായത് മൈനസ് ആണ്. ദാറ്റ് ഈസ് മൈനസ് 8i. 15 multiplied by minus 1 is minus 15. അപ്പോൾ വീണ്ടും നമുക്ക് ഐ ഉള്ള ഒരു ടേമും ഐ ഇല്ലാത്ത രണ്ട് ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഐ ഇല്ലാത്ത രണ്ട് ടേംസിനെയും ഒരുമിച്ച് ചേർക്കാം. ഏതൊക്കെയാണ്? മൈനസ് 12 minus 15. What is minus 12 minus 15? Minus 12 minus 15 is minus 27. രണ്ടും നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുക. എന്നിട്ട് ആൻസറിന് മൈനസ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മൈനസ് 12 plus 15 is 27 minus 8. ഇതാണ് ഈ പ്രോഡക്റ്റ്. ഇനി ഇതിൻ്റെ റിയൽ പാർട്ടും ഇമേജിന് പാർട്ടും എഴുതാൻ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാം. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? a പ്ലസ് ib എന്നാണ് സ്റ്റാൻഡേർഡ് ഫോം. അതായത് റിയൽ പാർട്ട് കഴിഞ്ഞിട്ട് ഒരു പ്ലസ്, അതിനുശേഷം ഇമേജിനറി പാർട്ടും ഐ. ഇതാണ് ഇതിൻ്റെ രീതി. അപ്പം നമ്മൾ ഇതിന് ഇടയിൽ മൈനസ് ആണ് വന്നിരിക്കുന്നത്, അതൊന്ന് പ്ലസ് ആക്കി എഴുതാൻ വേണ്ടി മൈനസ് 27 പ്ലസ് മൈനസ് 8i എന്ന് എഴുതാം. അതായത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന അങ്ങനെ തന്നെയാണ് കേട്ടോ, പ്ലസ് മൈനസ് 8i എന്നാണ്. അപ്പോൾ ഈ സ്റ്റൈലിലേക്ക് ഇതിന് വേണ്ടി നമ്മൾ തിരികെ കൊണ്ടുപോകും. ഇപ്പം മൈനസ് വന്നാൽ ഇതുപോലെ എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം പ്ലസ് മൈനസ് 8i. സോ റിയൽ പാർട്ട് equal to minus 27 and
imaginary part equal to minus 8. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ക്വോഷ്യന്റ് കാണുന്നതാണ്, അതായത് ഡിവിഷൻ ചെയ്യുന്നതാണ്. നോക്കാം. ഡിവിഷൻ ചെയ്യാൻ വേണ്ടി z1 divided by z2 is equal to 2 plus 3i divided by minus 6 plus 5i. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതുപോലെ ജസ്റ്റ് ഒരു ക്വോഷ്യൻ്റാക്കി എഴുതിയാൽ പോരാ, ഇതിനെ നമ്മൾ ഒരു കൃത്യമായിട്ടും ഒരു a+ib എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എപ്പോഴും ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ഈ ഫ്രാക്ഷൻ്റെ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അപ്പോൾ ആരാണ് ഡിനോമിനേറ്റർ? -6 + 5. അതിൻ്റെ കോൺജുഗേറ്റ് എങ്ങനെയാണ് കോൺജുഗേറ്റ് കാണാം? കോൺജുഗേറ്റ് കാണാൻ വേണ്ടി ചെയ്യേണ്ടത് ഏതാണോ ഇമേജിനറി ടേം അതിൻ്റെ ചിഹ്നം നോക്കുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കി മാറ്റുക. ഇങ്ങനെ ചെയ്താൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് നമുക്ക് കിട്ടും. റിയൽ പാർട്ടിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇമേജിനറി പാർട്ടിൻ്റെ ചിഹ്നം റിവേഴ്സ് ചെയ്യുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കോൺജുഗേറ്റ് ഓഫ് ഡിനോമിനേറ്റർ dr എന്ന് എഴുതിയാൽ മതി. വായിക്കേണ്ടത് ഡിനോമിനേറ്റർ എന്നാണ്. കോൺജുഗേറ്റ് ഓഫ് ഡിനോമിനേറ്റർ -6 + 5i -6 + 5i is -6 - 5. കണ്ടോ? റിയൽ പാർട്ട് നമ്മൾ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അതിൻ്റെ ചിഹ്നം റിവേഴ്സ് ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇമേജിനറി പാർട്ട് നോക്കാം, അതായത് ഐ ഉൾപ്പെടുന്ന ഭാഗം നോക്കാം. അതിൻ്റെ ചിഹ്നം റിവേഴ്സ് ചെയ്യുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം. ഇപ്പം നിലവിലൂടെ ഉള്ളത് +5i ആണ്. അത് നമ്മൾ -5i എന്ന് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് കിട്ടി. ഇനി ചെയ്യേണ്ടത് ആ കോൺജുഗേറ്റ് കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ഒരു a+ib എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പം നോക്കാം. = 2 + 3i multiplied by -6 - 5i, അതാണ് കോൺജുഗേറ്റ്, ഡിവൈഡ് ബൈ -6 + 5i multiplied by -6 - 5i. അവിടെ എഴുതിക്കേണ്ടത് മൾട്ടിപ്ലൈങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ by the conjugate -6 - 5i of denominator. Multiplying ഈ ഇൻറ്റു വായിക്കേണ്ടത് മൾട്ടിപ്ലൈയിങ് എന്നാണ്. മൾട്ടിപ്ലൈയിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ by the conjugate -6 - 5i of the denominator. ഈ സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഏത് പ്രോബ്ലം വന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ വേണ്ടി ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. താഴെ വന്നിരിക്കുന്ന നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം മേലെ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 multiplied by -6 is -12. പിന്നെ 2 multiplied by -5i is -10i. പിന്നെ 3 multiplied by -6, 3i multiplied by -6 is -18i. 3i multiplied by -5i is -15i square. അങ്ങനെ പറയാം. 2 multiplied by -6 is -12.
2 multiplied by minus 5i is minus 10i. 3i multiplied by minus 6 is 3 into minus 6 is minus 18. പിന്നെ I കൂടി ചേർക്കുക minus 18i. And last term 3i multiplied by minus 5i is minus 15. 3 into minus 5 is minus 15. I into I is I square. Okay. Divided by താഴെ അതായത് ഡിനോമിനേറ്ററിൽ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ടേം ബൈ ടേം ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് അവിടെ ചെയ്യാൻ മറ്റൊരു വഴിയുണ്ട്. നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഏതാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഈ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും ഉണ്ടാവുക ഈ ഒരു ഫോമിലാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. കാരണം എങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ഫോം ചെയ്തത്? ഐറ്റമിൻ്റെ ചിഹ്നം മാറ്റിയാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ് ഉണ്ടാവുക. കണ്ടില്ലേ? ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. പിന്നെ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഇത്തരം പ്രോബ്ലങ്ങളിൽ ഡിനോമിനേറ്റർ എപ്പോഴും ഉണ്ടാവുക ഒന്നുകിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നായിരിക്കും, അല്ലെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നായിരിക്കും. രണ്ടായാലും റിസൾട്ട് എന്താണ്? എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് എന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മേലെ ചെയ്തതുപോലെ ടേം ബൈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം ഇല്ല. അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്താണ്? എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് എന്നുള്ള ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്താലാണ് എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക. ആരാണ് ഇവിടെ? എ മൈനസ് 6 ആണ് എ. അപ്പോൾ എന്തായി? എ പ്ലസ് ബി ആയി. പിന്നെ ഇത് എ മൈനസ് എ. അപ്പോൾ ആരാണ്? എ ബിയും. എ എന്ന് വെച്ചാൽ മൈനസ് 6 ആണ്, ബി എന്ന് വെച്ചാൽ 5i ആണ്. 5i. അപ്പോൾ എ അത് ഈ മൈനസ് 6നെ എ എന്നും 5i എന്നതിനെ ബി എന്നും അസ്യൂം ചെയ്തിട്ട് ഇതൊന്ന് വായിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഈ ഫോമിലേക്ക് വന്നു. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് എന്താണ് ഇതിൻ്റെ ആൻസർ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് മൈനസ് 6 ആണ് എ. അപ്പോൾ മൈനസ് 6 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 5i square. A square minus b square. Okay. Now is equal to minus 12. ഇതിനോട് നേരത്തെ ചെയ്തപോലെ ഇത് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്യാം. മൈനസ് 10i മൈനസ് 18i സിമിലർ ടേംസ് ആണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ അത് കണ്ടതാണ്. സിമിലർ ടേംസ് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ മൈനസ് 10i മൈനസ് 18i രണ്ടും മൈനസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പം മൈനസ് 10 minus 18 is minus 28i. Minus 28i. Then minus 15 multiplied by I squared. അപ്പോൾ നമുക്കറിയാം I squared is minus 1 divided by minus 6 squared is 36 minus 5i squared means ഇതിലെ ഓരോ ഫാക്ടറും സ്ക്വയർ ചെയ്യപ്പെടണം. എന്ന് വെച്ചാൽ 5 squared അതായത് 25 into I square. 25 5 square ആണ് 25 into I square എന്ന് അതിനെ മാറ്റി എഴുതാം. That's equal to minus 12 minus 28i minus 15 into minus 1 is minus into minus is plus 15 divided by 36 minus 25 multiplied by I square വീണ്ടും വന്നു, അതായത് മൈനസ് 1. ഇത്രയും മനസ്സിലായല്ലോ. ഇനിയും സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. ഇസ് ഈക്വൽ ടു മൈനസ് 12 മൈനസ് അതിന് മുമ്പേ നമുക്ക് ഇതിലെ നേരത്തെ ചെയ്തപോലെ റിയൽ നമ്പേഴ്സ് അതായത് ഐ ഇല്ലാത്ത ഭാഗം ഒരുമിച്ച് കളക്ട് ചെയ്യാം. ഏതൊക്കെയാണ് ഐ ഇല്ലാത്ത ഭാഗം? മൈനസ് 12 മൈനസ് 12 മൈനസ്. ഓക്കെ, അപ്പം മൈനസ് 12 15 ഒരുമിച്ച് കളക്ട് ചെയ്യാം. അപ്പം -12 + 15 -12
പ്ലസ് 15. അത് രണ്ടും റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഒരുമിച്ച് കലക്ട് ചെയ്യുക, ഒരുമിച്ച് ബ്രാക്കറ്റ് കൊടുക്കാൻ നടത്താം. പിന്നെ -28i ഡിവൈഡഡ് ബൈ 36. ഇവിടെ ഉണ്ടോ മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് പ്ലസ്. 25 into 1 is 25. Okay, it's equal to -12 plus 15 is actually 15 minus 12. 15 minus 12 is 3 minus 28i divided by 36 plus 25 is 61. Okay. ഇനി എൻ്റെ ബാക്കി ഭാഗം ഞാൻ താഴേക്ക് എഴുതാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഇവിടേക്ക് എഴുതാം. ഈക്വൽ ടു 3/61. ഈ 61 കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3/61 മൈനസ് 28/61 i. 3/61 മൈനസ് 28 divided by 61 i എന്ന് വെച്ചാൽ ഈസ് 3/61. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എപ്പോഴും a പ്ലസ് ബി എന്ന ഫോമിലേക്ക് ആണ് എഴുതേണ്ടത്. അപ്പം ഇവിടെ മൈനസ് ആവാതിരിക്കുന്നത്, അപ്പോൾ ഇവിടെ പ്ലസ് വെച്ചിട്ട് ഈ മൈനസ് ഈ നമ്പറിന് കൊടുത്തേക്കാണ് ചെയ്യുക. അപ്പം മൈനസ് 28/61 i ഉണ്ടല്ലോ. അപ്പോൾ ആരാ റിയൽ പാർട്ട്? റിയൽ പാർട്ട് ഈസ് 3/61. Real part equal to 3/61 and imaginary part equal to minus 28 divided by 61. മനസ്സിലായല്ലോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഇതുപോലെ എഴുതി, പിന്നെ ഇതിൻ്റെ കോൺജുഗേറ്റ് കണ്ടെത്തി. -6 പ്ലസ് 5യുടെ കോൺജുഗേറ്റ് -6 -5 ആണ്. അതുകൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തപോലെ ടേം ബൈ ടേം ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. താഴെ a plus b into a minus b equal to a squared minus b squared എന്നുള്ള ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യും. മേലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 into -6 is -12, 2 into -5 is -10i, 3 into -6 is -18i and 3 into -5 is -15i squared. താഴെ a, ഇതാണ് a squared minus b squared, അതായത് -6 squared minus 5i squared, that is -12 -10i. ഈ -10i യും -18i യും കൂടി കൂട്ടിച്ചേർത്തിട്ട് രണ്ടും i ടേം ആയതുകൊണ്ട് -28i എന്ന് എഴുതാം. പിന്നെ -15 into i squared is -15 into i squared വാല്യൂ -1 ആണ്. ഡിവൈഡഡ് ബൈ -6 squared is 36 minus 5i squared എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ ഫാക്ടർ സ്ക്വയർ ചെയ്യണം. 5 squared is 25 into i squared, -25i squared, that is -12 -28i -15 into -1 is +15 divided by 36 -25 into i squared in the value -1, that is -12 ഉം 15 ഉം അതിൽ റിയൽ നമ്പേഴ്സ് ആണ്, i ഇല്ല. അതുകൊണ്ട് ഒരുമിച്ച് കളക്ട് ചെയ്യുക. അപ്പോൾ -12 + 15 ഒരുമിച്ചെടുത്തു. -28i divided by 36 minus of minus is +25, that is -12 + 15 എന്ന് വെച്ചാൽ 15 - 12 ആണ്, that is 3 -28i divided by 61. ഓക്കെ, 36 25 ആഡ് ചെയ്താൽ 51 അല്ല 61ആയി. ഇനി ഇത് ഓരോന്നിനെയും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3/61 - 28i/61, 3/61 - 28i/61. ഇനി ഇതിന് സ്റ്റാൻഡേർഡ് ഫോം ഏതാണ്? സ്റ്റാൻഡേർഡ് ഫോം a + ib എന്നാണ്. ഇടയിൽ പ്ലസ് ആയിട്ട് തന്നെ കാണണം. അപ്പോൾ 3/61 പ്ലസ്, ഇടയിൽ മൈനസ് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം പ്ലസ് എന്ന് എഴുതുക, എന്നിട്ട് ഈ മൈനസ് എടുത്തിട്ട് ഈ നമ്പറിന് കൊടുത്തേക്കുക. അപ്പോൾ പ്ലസ് -28/61i. So real part is 3/61
and imaginary part is minus 28 divided by 61. I ഒഴിച്ചിട്ടാണ് നമ്മൾ ഇമേജിനറി പാർട്ട് പറയുന്നത്. ഐ ഉൾപ്പെടെ ഐയുടെ കോയഫിഷ്യൻ്റ് മാത്രമാണ് അതിൻ്റെ ഇമേജിനറി പാർട്ട്. ഇങ്ങനെയാണ് ഡിവിഷൻ പെർഫോം ചെയ്യുക. മനസ്സിലായല്ലോ? നെക്സ്റ്റ് question number 2. Find the multiplicative inverse of find the multiplicative inverse of അതിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തേത് z is equal to 2 minus 3i. z is equal to 2 minus 3i. Multiplicative inverse of z is equal to 2 minus 3i. ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. Multiplicative inverse of z means it is 1 by z. 1 by z നെയാണ് സെറ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ മൾട്ടിപ്ലിക്കേറ്റീവ് inverse of z is 1 by z, that is 1 by 2 minus 3i. z തന്നിട്ടുണ്ട് 2 minus 3i. അപ്പോൾ നേരത്തെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻവേഴ്സ് കാണുമ്പോഴും നമ്മൾ തൊട്ട് മേലെ അപ്ലൈ ചെയ്ത അതേ മെത്തേഡാണ്. ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് വരാം. കോൺജുഗേറ്റ് ഓഫ് ഡിനോമിനേറ്റർ ഇപ്പോൾ 2 minus 3 ആണ് പറഞ്ഞല്ലോ. ഐ ടേമിൻ്റെ ചിഹ്നം റിവേഴ്സ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഐ ടേമിൻ്റെ ചിഹ്നം മൈനസ് ആണ്, അത് റിവേഴ്സ് ചെയ്താൽ പ്ലസ് ആവും. അപ്പോൾ കോൺജുഗേറ്റ് ഓഫ് ഡിനോമിനേറ്റർ ഈസ് 2 plus 3i. ആ കോൺജുഗേറ്റ് കൊണ്ട് ഇതിൻ്റെ മേലെയും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇറ്റ്സ് ഈക്വൽ ടു 1 multiplied by 2 plus 3i divided by 2 minus 3i multiplied by 2 plus 3i. Multiplying numerator and denominator by the conjugate 2 plus 3i. ഓക്കെ, ഇനി മേലെ കാര്യമായിട്ട് ചെയ്യാനില്ല, കാരണം 1 കൊണ്ടാണ് ഈ 2 plus 3i എന്ന കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നും ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. 1 multiplied by 2 plus 3i is 2 plus 3i divided by on denominator നമ്മൾ നേരത്തെ കണ്ടാണ്, അത് എപ്പോഴും ഉണ്ടാവുന്നത് a minus b into a plus b അല്ലെങ്കിൽ a plus b into a minus b എന്ന ഫോമിലായിരിക്കും. രണ്ടായാലും അതിൻ്റെ റിസൾട്ട് എന്താണ്? a squared minus b squared ആണ്. അപ്പോൾ ഇത് a minus b into a plus b ആണ്. a minus b into a plus b is a squared minus b squared. അതിന് അപ്ലൈ ചെയ്താൽ ആരാണ് a? 2 ആണ് a. അപ്പോൾ a squared is 2 squared minus b 3i ആണ് b. a minus b into a plus b യിൽ b ആയിട്ട് വരുന്നത് 3i ആണ്. അപ്പോൾ 3i squared is equal to 2 plus 3i divided by 2 squared is 4 minus 3i squared. നേരത്തെ കണ്ടാണ്, ഇതിലെ ഓരോ ഫാക്ടറും സ്ക്വയർ ചെയ്യപ്പെടണം. 3 squared is 9 into i squared. That's equal to ബാക്കിയുള്ള ഭാഗം അപ്പോൾ സ്റ്റെപ്പ് ഇവിടെ എഴുതാം. is 2 plus 3i divided by 4 minus 9 multiplied by i squared is minus 1. ബാക്കിയുള്ള ഭാഗം ഇവിടെ എഴുതാം. is 2 plus 3i divided by 4 minus into minus becomes plus. 9 into 1 is 9, that is 2 plus 3i divided by 4 plus 9 is 13, that is 2 by 13 plus
3/30 into I. ഇതാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതാനൊന്നും ചോദ്യത്തിലില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്തതിൻ്റെ കാര്യമില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ റിയൽ പാർട്ട് ഈസ് 2/30 ആൻഡ് ഇമേജിനറി പാർട്ട് ഈസ് 3/30 എന്ന് എഴുതി വെക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. Z is equal to √5 plus 3i. Z is equal to √5 plus 3i. √5 plus 3i എന്നാണ് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ. നോക്കാം, തിയറി ഇത് തന്നെയാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് Z is 1/z. That is equal to 1/z is √5 plus 3i. അപ്പോൾ നമ്മൾ കോൺജുഗേറ്റ് ഓഫ് ഡിനോമിനേറ്റർ, ദ ഡിനോമിനേറ്റർ ഈസ് √5 plus 3i. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് √5 minus 3i ഈസ് √5 minus 3i. അപ്പോൾ ഈ കോൺജുഗേറ്റ് കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 1 into √5 minus 3i divided by താഴെ എന്തൊക്കെ മാറ്റങ്ങൾ വരും? താഴെ √5 plus 3i into conjugate √5 minus 3i. That's equal to 1 into √5 minus 3i means is √5 minus 3i divided by ഇത് a plus b into a minus b ആണ്. അപ്പോൾ ആദ്യം പ്ലസ് a plus b into a minus b is again a squared minus b squared. So it is a. What's a here? A is √5. Is √5 squared minus b is 3i squared. That is √5 minus 3i divided by √5 squared is 5. അല്ലേ? On squaring the root gets cancelled. Square ചെയ്യുമ്പോൾ റൂട്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അപ്പോൾ √5 സ്ക്വയർ എന്ന് വെച്ചാൽ 5 ആണ്. മൈനസ് ഇത് നേരത്തെ കണ്ടതാണ് 9i squared. 9i squared that's equal to √5 minus 3i divided by 5 minus 9 into minus 1. I squared is minus 1. That is √5 minus 3i divided by 5 plus 9. That is √5 minus 3i divided by 14. That is √5 divided by 14 minus 3i divided by 14. എപ്പോഴും നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എഴുതുമ്പോൾ അത് പ്ലസ് എന്ന സ്റ്റൈലിലേക്ക് എഴുതാൻ വേണ്ടി ഒരു ശ്രദ്ധിക്കാതെ ഒരു പ്രാക്ടീസ് ആക്കി മാറ്റുക. ഇതിൻ്റെ റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും കാണാൻ വേണ്ടി ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അതൊരു ശീലമാക്കി മാറ്റണം. അപ്പോൾ ഇതിനെ പ്ലസ് എന്നുള്ള മാറ്റിയിട്ട് ഇറ്റ് ഈസ് √5 divided by 14 പ്ലസ് minus 3/14 i. അപ്പം a പ്ലസ് i b എന്ന ഫോമിലേക്ക് ഇത് വാങ്ങും. കോൺജുഗേറ്റ് കാണാൻ പഠിച്ചല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3. Express the complex number 5 plus √2i divided by 1 minus √2i in the form a plus ib and find its real and imaginary parts. Express the complex number 5 plus √2i divided by 1 minus √2i in the form a plus ib and finds real and imaginary parts. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഡിവിഷൻ തന്നെയാണ്. വേണമെങ്കിൽ അസൈൻമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അസൈൻമെൻറ്റ് ഞാൻ തരുന്നില്ല. കാരണം ഇതൊക്കെ ഞാൻ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അസൈൻമെൻറ്റ് ഒന്നിച്ച് എല്ലാ ചാപ്റ്ററിൻ്റെ അസൈൻമെൻറ്റ്സ് ഒരുമിച്ച് നമുക്ക് സ്കൂൾ ക്ലാസ് നേരിട്ട് വരുമ്പോൾ അപ്പോൾ തരുള്ളൂ. ഇപ്പോൾ അസൈൻമെൻറ്റ്സ് ഒന്നും തരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ പെർഫോമൻസ് ഈ
ഇതൊരു ഫ്രാക്ഷനാണ്, ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണ് കോൺജുഗേറ്റ് നോക്കി, ഇസ് y പ്ലസ് റൂട്ട് ടു ഐ മൾട്ടിപ്ലൈഡ് ബൈ ഈ 1 മൈനസ് റൂട്ട് ടു ഐ, അതിൻ്റെ കോൺജുഗേറ്റ് 1 പ്ലസ് റൂട്ട് ടു ഐ, 1 പ്ലസ് റൂട്ട് ടു ഐ ഡിവൈഡ് ബൈ 1 മൈനസ് റൂട്ട് ടു ഐ മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് റൂട്ട് ടു ഐ. ഇതുകൊണ്ട് എഴുതാം, മൾട്ടിപ്ലൈങ് numerator and denominator by the conjugate 1 plus root 2i of the denominator. Conjugate 1 plus root 2i and the conjugate of the denominator. Denominator conjugate ആയിട്ടുള്ള 1 plus root 2i കൊണ്ട് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മേലെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാം. 5 into 1 is 5 plus 5 into root 2i. 5 into root 2 അതിനെ 5 root 2 എന്നതിനെ നിർത്തിയുള്ളൂ into i plus root 2 into i, root 2i into 1 is root 2i. പിന്നെ root 2i into root 2i is root 2 squared into i squared. അല്ലേ, രണ്ട് സ്ക്വയർ എപ്പോഴാണ് root 2i into root 2i is root 2 squared into i squared divided by താഴത്തെ ഭാഗം നമുക്കറിയാം a minus b into a plus b യിലാണ് ചെയ്യുന്നത്. a minus b into a plus b is ആദ്യം a squared, that is 1 squared minus b squared is root 2i squared, root 2i squared, that's equal to ഇതൊക്കെ വരുന്നത് 5 into 1 5 root 2i, root 2i into 1 root 2i, പിന്നെ root 2i squared, that is 5 plus ഇത് രണ്ടും i ടേംസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരുമിച്ച് ചേർത്തെടുക്കണം. ഇങ്ങനെ ചേർക്കുന്നത് 5 root 2 plus root 2. അപ്പോൾ ടോട്ടൽ എത്ര root 2i? ആദ്യത്തെ ടേമിൽ 5 root 2 ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ ഒരു root 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 5 root 2 പ്ലസ് root 2, ദാറ്റ് ഇസ് ടോട്ടൽ 6 root 2. ഇങ്ങനെയാണ് അത് ആഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഏത് പറയുമ്പോഴേ 5x പ്ലസ് എക്സ് എന്താണ്, 5x പ്ലസ് എക്സ് ഈസ് 6x എന്ന് പറയാറില്ലേ. അതുപോലെ തന്നെ ആ എക്സിൻ്റെ പകരമായിട്ട് root 2 കരുതിയാൽ മതി. 5 root 2 പ്ലസ് root 2 ഈസ് ടോട്ടൽ 6 root 2. അപ്പോൾ രണ്ടും കൂടെ 6 root 2 ആണ് വരുന്നത്. പിന്നെ അത്രയും രണ്ടിലും ഐ ഉണ്ട്, അപ്പോൾ അത്രയും ഐ plus root 2 squared is 2 into I squared is minus 1 divided by 1 squared is 1 minus root 2 squared is 2 into I squared is minus 1, that's equal to 5 plus 6 root 2i, 2 into minus 1 is minus 2 divided by 1, minus of minus is plus 2. ഇനി ഇതിലെ റിയൽ നമ്പേഴ്സ് 5ഉം മൈനസ് 2 ആണ്. അപ്പോൾ 5 മൈനസ് 2 ഒരുമിച്ചെടുക്കാം, ദാറ്റ് ഈസ് 5 മൈനസ് 2 ഒരുമിച്ചെടുത്തു, 5 മൈനസ് 2. ഇനി ഐ റിട്ടേൺ, അതായത് ഇമേജിനറി പാർട്ട് ഈസ് 6 root 2i പ്ലസ് 6 root 2i divided by 1 plus 2 is 3 equal to 5 minus 2 is 3 plus 6 root 2i divided by 3. ഇനി ഡിവിഷൻ പെർഫോം ചെയ്താൽ 3 divided by 3 plus 6 root 2i divided by 3. That is 3 divided by 3 is 1. 3 out of 6 is 2 times is 2 root 2i. ഇതിപ്പോൾ നമ്മൾ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല, കറക്റ്റായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ്. സോ റിയൽ പാർട്ട് ഈക്വൽ ടു 1, ഇമാജിനറി പാർട്ട് ഈക്വൽ ടു 2. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 4 മുതൽ അങ്ങോട്ട് ചെയ്യാണ്ട് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.